ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷഹനാസ് ഹെൽത്തി വേൾഡ്. ഞാനിത് വന്നതേ കുറേ ആൾക്കാരുടെ ഒരു ഡൗട്ട് ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാട്ടോ. ഞാൻ എപ്പോൾ ജിമ്മിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും എല്ലാവരും ഓടി എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി ഇന്ന് പീരീഡ്സിൻ്റെ ഫസ്റ്റ് ഡേ ആണ് അല്ലെങ്കിൽ സെക്കൻഡ് ഡേ ആണ്, നാളെ എനിക്ക് പീരീഡ്സ് ആവാൻ പോവാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യണോ, ഇല്ലെങ്കിൽ ഞാൻ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് വർക്കൗട്ട് റീസ്റ്റാർട്ട് ചെയ്യേണ്ടത്? അപ്പം ഇങ്ങനത്തെ ഡൗട്ടൊക്കെ ജസ്റ്റ് നമുക്ക് വേഗം ഒന്ന് ക്ലിയർ ചെയ്ത് പോവാം. എന്താണ് പീരീഡ്സ്? പ്രത്യുൽപാദനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ നാച്ചുറലായിട്ട് നിങ്ങളുടെ ബോഡിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് പീരീഡ്സ് എന്ന് പറയുന്നത്. അത് എല്ലാവരിലും ഏകദേശം ഒരു 21 ദിവസം തൊട്ടിട്ട് ഒരു 35 ഡേയ്സ് വരെ ഉണ്ടാവും മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഹെൽത്തി ആയിട്ടുള്ള ഒരു മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാവാറുള്ളൂ, 28 ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ പീരീഡ്സ് ഓരോരുത്തരിലും ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചായിരിക്കും പീരീഡ്സിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ. നിങ്ങളുടെ പീരീഡ്സിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് മൂഡ് സ്വിങ്സ് ഉണ്ടാവും, അതും ഡിഫറെൻ്റ് ആയിരിക്കും ഓരോരുത്തരിലും. പീരീഡ്സിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബ്ലഡ് ലോസ്, അതിൻ്റെ അളവും ഓരോരുത്തരിലും വ്യത്യാസപ്പെട്ടിരിക്കും. ചില ആൾക്കാരുണ്ട്, അവർ ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒരുപാട് ജോലിയുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ പീരീഡ്സിൻ്റെ ഡേ എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞിട്ടുള്ള ഒരു ഡേയ്സ് ആയിരിക്കും. കാരണം അവർക്ക് നല്ല രീതിക്കുള്ള മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ഇതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അവരുടെ വർക്കിൽ അല്ലെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ടൈമായിരിക്കും. പിന്നെ പലർക്കും വളരെയധികം വയറുവേദന ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ട്, ബാക്ക് പെയിൻ ഉണ്ടാവാറുണ്ട്, മസിൽ പെയിൻ ഉണ്ടാവാറുണ്ട്, ബോഡിയിൽ അങ്ങിങ്ങായിട്ട് എല്ലാ രീതിയിലും ജോയിൻറ്റ് പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് പീരീഡ്സിൻ്റെ ടൈമിൽ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വർക്കൗട്ട് ചെയ്യാണ്ട് ഒരു 2 ദിവസം നിങ്ങളുടെ ബോഡിക്ക് മാക്സിമം റെസ്റ്റ് കൊടുക്കുക. ഇനി വേറെ ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ പീരീഡ്സിൻ്റെ ഡേയ്സ് എന്ന് പറയുന്നത് നോർമൽ ഡേയ്സ് പോലെയുള്ള ആൾക്കാരുണ്ട്, വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല, വയറുവേദനയില്ല, ബോഡി പെയിന് കാര്യങ്ങളൊന്നുമില്ല, വലിയ മൂഡ് സ്വിങ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെഗുലർ ഡേയ്സ് പോലെ തന്നെ നിങ്ങൾ പീരീഡ്സിൻ്റെ ടൈമിലും വർക്കൗട്ട് ചെയ്യുന്നതിന് ഒരു പ്രശ്നവും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല. അത് ഓരോരുത്തരിലും ഡിപ്പെൻഡബിൾ ആണ്. ഇനി അടുത്തൊരു സംശയമാണ്, പീരീഡ്സിൻ്റെ സമയത്ത് നിങ്ങൾ എങ്ങനത്തെ വർക്കൗട്ടാണ് ചെയ്യേണ്ടത് എന്ന്. മാക്സിമം പീരീഡ്സിൻ്റെ ടൈമിൽ നമ്മളുടെ ബോഡി വീക്കായിരിക്കും. അത് കാരണം എന്ത് ചെയ്യുക, നിങ്ങൾ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ഒഴിവാക്കിയിട്ട് നമ്മളുടെ ബോഡിക്ക് റിലാക്സേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ചെറിയ വർക്കൗട്ടുകൾ ചെയ്യുക. ഇപ്പം ഞാനിതിന് തൊട്ട് മുന്നുള്ള വീഡിയോസിൽ ചെറിയ സ്റ്റാൻഡിങ് വർക്കൗട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ആ വർക്കൗട്ടിൽ തന്നെ നിങ്ങൾ മാക്സിമം ഇപ്പോൾ 30 കൗണ്ടൊക്കെയാണ് ഒരു വർക്കൗട്ട് പോകുന്നതെങ്കിൽ മാക്സിമം നിങ്ങളതൊരു 20 അല്ലെങ്കിൽ ഒരു 15 കൗണ്ടൊക്കെ ആക്കിയിട്ട് അങ്ങനെ അതിൻ്റെ നമ്പേഴ്സ് കുറയ്ക്കുക. 1 hour വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ മാക്സിമം ഒരു 30 മിനിറ്റ്സ് ഒക്കെ വർക്കൗട്ട് ചെയ്താൽ മതി. അതെന്താ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് ഈ പീരീഡ്സിൻ്റെ ടൈമിൽ നമ്മളുടെ ബോഡിയിൽ നിന്ന് ഏകദേശം 15 to 35 മില്ലി വരെ ബ്ലഡ് ലോസ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ബോഡി വീക്കാവുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ജമ്പിങ് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എമൗണ്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു 80 മില്ലിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഗർഭപാത്രത്തിനും അതേപോലെ തന്നെ വളരെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും. പിന്നെ ബ്ലഡ് ലോസ് വന്നാൽ തന്നെ എല്ലാവർക്കും, ഭൂരിഭാഗം സ്ത്രീകളിലും HB വളരെ ലോ ആയിരിക്കും. അപ്പോൾ അവർക്ക് അനീമിക് ആവാനും ഈ ബ്ലഡ് ലോസ് ഉള്ളത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് ക്ഷീണം വരാനൊക്കെ കാരണം. അത് കാരണം വലിയ ഹൈ ഇൻറ്റൻസിറ്റിയുള്ള ജമ്പിങ് വർക്കൗട്ടൊക്കെ ഒഴിവാക്കിയിട്ട് ചെറിയ രീതിയിലുള്ള യോഗയോ സ്ട്രെച്ചോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളുടെ ഈ പീരീഡ്സിൻ്റെ ഡേയിൽ വർക്കൗട്ട് കൊണ്ടുപോകാം. പിന്നെ അതേപോലെ ഈ വർക്കൗട്ടിൻ്റെ ടൈമിൽ നമ്മൾ മാക്സിമം വെള്ളം കുടിക്കുക. അത് വർക്കൗട്ടിൻ്റെ ടൈമിലെന്ന് മാത്രമല്ല, നിങ്ങൾ പീരീഡ്സിൻ്റെ ടൈമിൽ മാക്സിമം നിങ്ങൾ നല്ല രീതിക്കുള്ള ഫുഡ് കഴിക്കണം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നമുക്ക് ഈ പീരീഡ്സിൻ്റെ ടൈമിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇൻടേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ നല്ല ഫുഡുകൾ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക, നല്ലോണം ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. പ്രത്യേകിച്ച് വാട്ടർ, നിങ്ങൾ വെള്ളം നല്ലതുപോലെ കുടിക്കണം. പിന്നെ നമുക്ക് ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ചിലർക്ക് നല്ല രീതിയിലുള്ള വയറുവേദന ഉണ്ടാവും. അങ്ങനെ വയറുവേദന ഓക്കെ കുഴപ്പമില്ല, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ മാക്സിമം കൺട്രോൾ ചെയ്ത് വർക്കൗട്ട് ചെയ്യുക. അതെന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ടൈം റണ്ണിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നോർമൽ ഡേയ്സ് അവർ ചിലപ്പം വർക്കൗട്ട് ചെയ്യുമ്പോൾ 30 മിനിറ്റൊക്കെ ട്രെഡ്മില്ലിൽ കയറി റൺ ചെയ്തതിന് ശേഷമായിരിക്കും ഇവർ വർക്കൗട്ട് ചെയ്യുക, ഫ്ലോർ വർക്കൗട്ടൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുക. അപ്പം അങ്ങനെ നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാക്സിമം ആ റണ്ണിങ് ഒക്കെ 30 മിനിറ്റ്സ് ഒക്കെ ഉള്ളത് ഒഴിവാക്കിയിട്ട് റണ്ണിങ് സ്ലോ ആക്കുക. അതായത് സ്ലോയിലി റണ്ണിങ് ചെയ്യുകയാണോ എന്ന് ചോദിച്ചാൽ ആണ്, എന്നാലിട്ട് വാക്കിങ്ങും അല്ല എന്നുള്ള രീതിയിൽ ബോഡിക്ക് ഒരുപാട് പ്രയാസം കൊടുക്കാത്ത രീതിയിൽ
ചെറുതായിട്ടുള്ള ബോഡീനെ അധികം പ്രവർത്തിപ്പിക്കാത്ത രീതിയിൽ ചെറുതായിട്ടുള്ള വർക്കൗട്ട് ചെയ്യുക. കാരണം എല്ലാവർക്കും ഒരു പേടിയാണ്, ഇത്രയും ഡേയ്സ് വർക്കൗട്ട് ചെയ്ത് പീരീഡ്സിൻ്റെ ഡേയിൽ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചാൽ ഇതുവരെ വെയിറ്റ് ലോസ് ചെയ്ത് കൊണ്ടുവന്ന വെയിറ്റ് ഈ ഒരു ഡേയ്സിൻ്റെ ഉള്ളിൽ കയറുമെന്നുള്ളത്. എന്തായാലും നമുക്ക് പീരീഡ്സിൻ്റെ സമയത്ത് ചെറുതായിട്ടൊരു വെയിറ്റ് കാണിക്കും. അത് നമുക്ക് നീര് കാര്യങ്ങളൊക്കെ കൂടുന്നതും കൊണ്ടാണ്. അപ്പോൾ എന്തായാലും പീരീഡ്സിൻ്റെ ടൈമിൽ എല്ലാവരും മാക്സിമം റെസ്റ്റ് ചെയ്യുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. പ്രത്യേകിച്ച് പീരീഡ്സിൻ്റെ ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളുടെ ഇന്നേഴ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്ത് നോക്കേണ്ടത്, നമ്മൾ എത്രത്തോളം ഹൈജീനിക്കായിട്ട് ശ്രദ്ധിക്കണം എന്നതിനൊക്കെ പറ്റിയിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ എത്ര ടൈം നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം, എപ്പോഴൊക്കെ നിങ്ങൾ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യണം, ഏത് രീതിയിലുള്ള വർക്കൗട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, താങ്ക് യു.